KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഡിവിഷൻ വാർഷിക ജനറൽ ബോഡി നടത്തി. സംസ്ഥാന സെക്രട്ടറി സുനിൽ KS ഉദ്ഘാടനം ചെയ്തു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി ഡിവിഷൻ വാർഷിക ജനറൽ ബോഡി യോഗമാണ് നടത്തിയത്. കരുനാഗപ്പള്ളി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജനറൽ ബോഡി യോഗം സംസ്ഥാന സെക്രട്ടറി സുനിൽ KS ഉദ്ഘാടനം ചെയ്തു. അത് ശരിയായ കാര്യമല്ല. അത് നമ്മുടെ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയൊക്കെ ധരിപ്പിക്കണം എന്നുള്ള ശ്രമം നമ്മുടെ സംസ്ഥാന കമ്മിറ്റി എടുക്കുന്നുണ്ട്. അതിന് വേറൊരു അടുത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. ഇപ്പോൾ 2025-26 നമ്മുടെ KSE ബോർഡിൻ്റെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ വരവ് ചെലവ് കണക്കുകൾ വെളിയിൽ വന്നു. എന്താണ് 23,100 കോടിയുടെ ചെലവും 22,800 കോടിയുടെ വരവും. നഷ്ടം എന്ന് പറയുന്നത് ഒരു 256 കോടി. 25-26 കാലഘട്ടത്തിൽ വരവ് ചെലവ് കണക്കിൽ വൈദ്യുതി ബോർഡിൻ്റെ നഷ്ടം കാണിച്ചിരിക്കുന്നത് 256 കോടി രൂപ. 256 കോടി രൂപയാണ് നമുക്ക് വലിയ ഒരു പ്രശ്നമാണ് വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ച്. കാരണം ഒരു മാസമൊക്കെ തന്നെ നമ്മുടെ വരവെന്ന് പറയുന്നത് 1,800 കോടിയാണ്. ഇപ്പോൾ 200 അതിൽ പിന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ചെലവിനത്തിൽ നമുക്കും ജീവനക്കാർക്കൊക്കെ തരാനുള്ള DRഉം DAയും കുടിശ്ശിക അതിൻ്റെ ഒരു 1,100 കോടി രൂപ ചെലവിനത്തിൽ നമുക്ക് കിട്ടാത്ത പൈസയാണ്. ആ ഒരു 1,100 കോടി ചെലവിനത്തിൽ ചേർത്ത് വെച്ച ശേഷമാണ് ഈ 256 കോടി രൂപ നഷ്ടം. പ്രസിഡന്റ് സോമൻ അധ്യക്ഷത വഹിച്ചു. അൻസാർ ബാബുയെ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം R. സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. കാസിം കുഞ്ഞ് ഡിവിഷൻ കമ്മിറ്റി റിപ്പോർട്ടും ട്രഷറർ KP പ്രസന്നൻ വരവ് ചെലവ് കണക്കും സംസ്ഥാന സെക്രട്ടറി K. അശോകൻ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് N. രമാഭായി, സംസ്ഥാന സെക്രട്ടറി G. ശ്രീകുമാരിയമ്മ, ഉദയൻ, ജില്ലാ സെക്രട്ടറി D. ലാൽപ്രകാശ്, ജില്ലാ പ്രസിഡന്റ് M. ഹാരിഷ്, ദിലീപ് B, രാധാകൃഷ്ണൻ, K. അശോകൻ, കയാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.